അഖിലം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്തുകൂടിയാണ് നമ്മൾ ഇപ്പോൾ വാഹനത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായി ഒരു റെയിൽവേ സ്റ്റേഷനുള്ള സ്ഥലം. പാസഞ്ചറുകളെ ഇവിടെ നിർത്തുകയുള്ളൂ. സ്ഥലം ഏതാണെന്നല്ലേ? മൺട്രോ തുരുത്ത്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലമാണിത്. ശിക്കാരി വള്ളങ്ങളും ഹൗസ് ബോട്ടുകളും സാദാ വള്ളങ്ങളും എപ്പോഴും ലഭിക്കുന്ന ഒരു സ്ഥലമാണിത്. പ്രകൃതിരമണീയമായി ഏറ്റവും മനോഹരമായ സ്ഥലം. നമുക്ക് എപ്പോൾ ചെന്നാലും അവിടെ ഈ ബോട്ട് സർവീസുകളും വള്ളത്തിൻ്റെ സർവീസുകളും നമുക്ക് ലഭിക്കും. കണ്ടൽ കാടുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് മൺട്രോ ഐലൻഡ്. വള്ളങ്ങളൊക്കെ നിങ്ങളെ കാത്താണ് അവിടെ കിടക്കുന്നത്. 1000 മുതൽ മുകളിലോട്ട് എത്ര രൂപയ്ക്കും ഇതുപോലെ വള്ളങ്ങൾ അവിടെ ലഭ്യമാണ്. കുടുംബങ്ങളായും ഒറ്റയ്ക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യുവാൻ സാധിക്കും. ഏറ്റവും മനോഹരമായത് ഈ കണ്ടൽ കാടുകൾക്ക് ഇടയിലൂടെയുള്ള യാത്രയാണ്. കൂടുതൽ ആളുകളും രാവിലെ മുതൽ സന്ധ്യ വരെ അവിടെ ചിലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ദ്വീപുകൾ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ആ കണ്ടൽ കാടുകൾക്ക് ഇടയിലൂടെ ഒരു യാത്രയാണ് മനോഹരം. വന്ദേ ഭാരത് ട്രെയിൻ അതുവഴി കടന്നു പോകുന്നത് ഈ ദൃശ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ ഈ പ്രദേശത്തുണ്ട്. വീടുകളൊക്കെ ഇപ്പോൾ വെള്ളത്തിനടിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. സഞ്ചാരികളൊന്നും ആ പ്രദേശത്തേക്ക് പോകാറില്ല, അവരൊട്ട് കാണാറുമില്ല. ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ നോക്കൂ. വേലിയേറ്റമായി കഴിഞ്ഞാൽ പിന്നീട് വീടിനകം വരെയും വെള്ളം കയറുന്ന ഒരവസ്ഥയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവിടെ ഒരു താമസക്കാരനോട് ചോദിച്ചപ്പോൾ ഇവിടെ ചെറിയ ചെറിയ വ്യവസായങ്ങളുണ്ട്. കയറിൻ്റെ ബിസിനസ്, ഇപ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിൽ കയറിൻ്റെ ബിസിനസ് ഇല്ലാത്തപ്പോൾ ഇവിടെ കയറിൻ്റെ ബിസിനസ് ഉണ്ട്. ഞങ്ങൾ ആ സ്ഥലവും സന്ദർശിച്ചു. അവിടെ കയർ യന്ത്രസഹായത്താൽ ചകിരി പിരിച്ചെടുത്തിട്ട് കയർ നൂൽക്കുന്ന പണിയുണ്ട്. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 2 മണിയാകുമ്പോൾ ഈ ജോലി അവസാനിക്കും. തൊട്ടടുത്തുള്ളവരും അകലെ നിന്ന് ജോലിക്കായി ഇവിടെ ആളുകൾ എത്തി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ജോലി അവസാനിപ്പിച്ചു പോകും. കയർ പിരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഈ അമ്മ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. ആ അമ്മയുടെ വീടൊന്ന് കണ്ടു നോക്കൂ. അമ്മ അവിടുത്തെ കയർ തൊഴിലാളിയാണ്. ആ വീടിൻ്റെ അവസ്ഥ അമ്മ തന്നെ പറയുന്നു. വേലിയേറ്റമായി കഴിഞ്ഞാൽ ഈ വീടിന് ഉള്ളിൽ വരെ ഏകദേശം വെളുപ്പാങ്കാലം 4 മണി വരെയും വെള്ളം കയറി കിടക്കും. പിന്നെ അത് കോരി കളഞ്ഞിട്ട് വേണം അവർക്ക് അവിടെ താമസിക്കുവാനായിട്ട്. വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. മറ്റൊരു വീട് കണ്ടില്ലേ? വീടിൻ്റെ അടിത്തറ വരെയും വെള്ളം എത്തുന്ന അവസ്ഥയാണ്. വളരെ മോശമായ ഒരു കാലാവസ്ഥയാണ് അവിടെ ഈ സമയങ്ങളിൽ അനുഭവപ്പെടുന്നത് തന്നെ. അവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, മാറി മാറി ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന മൺട്രോ തുരുത്ത് ടൂറിസ്റ്റുകൾ വന്നു കയറുന്ന സ്ഥലമായിട്ടും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലമായിട്ടാണെങ്കിൽ ഇതാ മറ്റൊരു വീടിൻ്റെ അവസ്ഥ നോക്കൂ. ഈ വീടിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കഴിഞ്ഞു. വീടിൻ്റെ സിറ്റ് ഔട്ട് വരെയും വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ താമസക്കാരും തന്നെ ഇല്ല, താമസിക്കുവാൻ പറ്റുകയില്ല. അവിടെയുള്ള ചിലർ പറഞ്ഞ റോഡ് ഉയർത്തിയാലൊക്കെ നമുക്ക് കുറെ പ്രശ്നം പരിഹരിക്കാവുന്ന